ബഹുമാനപ്പെട്ട മോദിജി, താങ്കൾ ഈ തട്ടിക്കൂട്ട് മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ നാണം കെട്ട ഒരു ഏർപ്പാടല്ലേ? സ്വന്തം ജനങ്ങൾക്ക് പോലും താല്പര്യം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രിയായി താങ്കൾ മാറിയിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം താങ്കൾ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാത്തത്? ഒരു വേള തോൽവിയുടെ രുചി പോലും താങ്കൾ അറിഞ്ഞു. താങ്കൾ അത്രയും വിയർത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ജയിച്ചു കയറിയത് തന്നെ. കഴിഞ്ഞ 10 വർഷത്തെ താങ്കളുടെ ഭരണം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജനങ്ങൾ താങ്കൾക്കെതിരെ വോട്ട് ചെയ്തത്. ഈ ജനഹിതം എന്തുകൊണ്ട് താങ്കൾ അറിയുന്നില്ല, ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല? ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ചിരുന്ന താങ്കൾക്കിപ്പോൾ ഭരണം നിലനിർത്താൻ, സ്ഥാനം നിലനിർത്താൻ, പ്രധാനമന്ത്രി എന്ന പദവിയിലിരിക്കാൻ ഘടകകക്ഷികളുടെ പിന്നാലെ അവരുടെ ദയയ്ക്ക് വേണ്ടിയും അവരുടെ ഔദാര്യത്തിന് വേണ്ടിയും നടക്കേണ്ടി വരുന്നത് തന്നെ എത്ര വലിയ ഗതികേടാണ്, എത്ര വലിയ അധപ്പതനമാണ്. അതേസമയം മറുപക്ഷത്ത് രാഹുൽ ഗാന്ധി താൻ നിന്ന 2 മണ്ഡലങ്ങളിലും താങ്കളെക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിച്ച് കയറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ജനങ്ങളുടെ പിന്തുണ, ജനങ്ങളുടെ മനസ്സ്, ഹൃദയം ആരുടെ ഭാഗത്താണെന്ന തിരിച്ചറിവ് താങ്കൾക്ക് ഉണ്ടാവേണ്ടതാണ്. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്നാലെ അവരുടെ കാരുണ്യത്തിന് വേണ്ടി, അവരുടെ ഔദാര്യത്തിന് വേണ്ടി, അവരുടെ മേഴ്സിക്ക് വേണ്ടി താങ്കൾ ഈ നടക്കുന്നത് കാണുമ്പോൾ താങ്കളോട് സഹതാപമാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി, താങ്കളുടെ ചെറുപ്പകാലം ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ കാലമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഭട്നാഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റുകൊണ്ട് നടന്ന ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ അജ്ഞാത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇല്ലാത്ത വിഷയത്തിന് ഡിഗ്രി കരസ്ഥമാക്കിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 40 വയസ്സോളം ഭിക്ഷയാചിച്ചാണ് താങ്കൾ ജീവിച്ചത് എന്ന് പോലും താങ്കൾ പറഞ്ഞു. ഇതൊക്കെയും കളവുകളാണെന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടതല്ലേ? ഈ കളവുകളൊക്കെ താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് അധികാര കസേര കരസ്ഥമാക്കുന്നതിനും അധികാര കസേരയിൽ ഇരിക്കുന്നതിനും വേണ്ടിയല്ലേ? ഈ കസേരയിൽ ഇരിക്കാൻ താങ്കൾ യോഗ്യനല്ല എന്നാണ് ജനങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. താങ്കൾ പേരിന് വിജയിച്ചു എന്ന് പറയാം. ഈ വിജയം താങ്കളുടെ വലിയ തോൽവിയുടെ മുന്നോടിയായ ചെറിയ വിജയമായി താങ്കൾ ഇതിനെ മനസ്സിലാക്കണം. ഇത്രയും നുണകൾ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിനെല്ലാം ചേർത്തുള്ള ഒരു തിരിച്ചടിയാണ് കാലം താങ്കൾക്ക് ഈ തിരഞ്ഞെടുപ്പിനോടുകൂടി നൽകിയിരിക്കുന്നത്. ഇത് ഒരു തിരിച്ചറിവിനുള്ള അവസരമായി താങ്കൾ കാണണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. രാജിവെച്ച് ആ സ്ഥാനം മറ്റാർക്കെങ്കിലും വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് താങ്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായി മനസ്സിലാക്കുന്നതാണ്. ഇനിയെങ്കിലും താങ്കൾ ഭാരതത്തിലെ ജനങ്ങളെ തിരിച്ചറിയണം. രാഷ്ട്രത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരം താങ്കൾ തിരിച്ചറിയണം. സർക്കാർ നൽകുന്ന, താങ്കൾ നൽകുന്ന 5 കിലോ സൗജന്യ അരിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് താങ്കൾ വളർത്തിയെടുത്തത്. താങ്കൾ ജയിച്ചു കയറിയെങ്കിലും അത് തോൽവിക്ക് തുല്യമായ ഒരു ജയമായി താങ്കൾ തിരിച്ചറിയണം. ഈ തട്ടിക്കൂട്ട് മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള താങ്കളുടെ അഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഈ അധികാരമോഹം താങ്കൾ കൈയൊഴിയുകയും സാധാരണക്കാരന്റെ വികാരം മനസ്സിലാക്കി ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയുവാനും ഭാരതത്തിന്റെ ആത്മാവിനെ പഠിക്കുവാനും താങ്കൾ ഇനിയെങ്കിലും സന്നദ്ധമാകണം എന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ജനങ്ങൾ താങ്കളുടെ ചിന്താഗതികൾക്കൊപ്പമില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഇനിയും പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾ ഒരു അധികാരമോഹം മാത്രമുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്ന വിമർശനം യാഥാർത്ഥ്യമായി പുലരും. അപ്പോൾ താങ്കൾക്ക് വീണ്ടും വിചാരത്തിനും താങ്കളെ സ്വയം തിരിച്ചറിയുന്നതിനും വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു അവസരമാണ് താങ്കൾക്ക് ഏൽക്കേണ്ടി വന്ന ഈ തിരിച്ചടിയെന്ന് താങ്കൾ മനസ്സിലാക്കിയാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാവും.